എല്ലാവർക്കും നമസ്കാരം. ബയോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ലീഫ് മോർഫോളജിയാണ്. എന്തൊക്കെയാണ് ഒരു ലീഫിൻ്റെ പാർട്സ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ലീഫിൽ സ്റ്റെമ്മുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഈ ഭാഗത്തിന് ലീഫ് ബേസ് എന്ന് പറയുന്നു. ഈ ലീഫ് ബേസ് കഴിഞ്ഞിട്ടൊരു സ്റ്റോക്ക് ഉണ്ട്, അതിനെ പീറ്റിയോൾ, ദെൻ ദ എക്സ്പാൻഡഡ് ലാമിന ഓർ ലീഫ് ബ്ലേഡ്. ലീഫ് ബേസ്, പീറ്റിയോൾ, ലീഫ് ബ്ലേഡ് അല്ലെങ്കിൽ ലാമിന, ഇത്രയാണ് ഇതിൻ്റെ ഭാഗങ്ങളെന്ന് പറയുന്നത്. ഇനി ഈ ലീഫ് ബേസ് തുടങ്ങുന്ന ഭാഗത്ത് ചില പ്ലാന്റ്സിൽ ചില ഹെയറി സ്ട്രക്ചേഴ്സ് കാണാം, അതിനെ സ്റ്റിപ്യൂൾസ് എന്ന് പറയുന്നു. ഇപ്പോൾ സ്റ്റിപ്യൂൾസ് പ്രസൻ്റ് ആണെങ്കിൽ അങ്ങനെയുള്ള ലീഫിനെ സ്റ്റിപ്പുലേറ്റ് ലീഫ് എന്നും, സ്റ്റിപ്യൂൾസ് ആബ്സെൻ്റ് ആണെങ്കിൽ അതിനെ എക്സ്റ്റിപ്പുലേറ്റ് ലീഫ് എന്നും പറയുന്നു. ഇവിടെ നെക്സ്റ്റ് ലീഫ് ബേസ് എന്ന് പറയുന്നത് പല പ്ലാന്റ്സിലും അത് വ്യത്യസ്തമാണ്. അപ്പോൾ ഇവിടെ സാധാരണയായിട്ടൊരു ലീഫ് ബേസാണ്, പക്ഷേ ചില ലെഗ്യുമിനസ് പ്ലാന്റ്സിൽ പയർവർഗ്ഗത്തിൽപ്പെട്ട സസ്യങ്ങൾക്ക് അതിങ്ങനെ സൊളൻ ലീഫ് ബേസാണ്, അതിനെ പൾവൈനസ് എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് പാർട്ടെന്ന് പീറ്റിയോൾ. അപ്പോൾ പീറ്റിയോൾ പ്രസൻ്റ് ആണെങ്കിൽ അതിനെ പീറ്റിയോളേറ്റ് ലീഫ് എന്നും ഇല്ലെങ്കിൽ സെസൈൽ എന്നും പറയുന്നു. ഫോർ എക്സാമ്പിൾ സീനിയ, അതുപോലെ തന്നെ കലോട്രോപ്പിസ്, എരിക്ക്, അപ്പോൾ അതിലൊക്കെ ഈ പീറ്റിയോൾ എന്ന് പറയുന്നത് ആബ്സെൻ്റ് ആണ്. ഇപ്പോൾ സിട്രസിലെ പീറ്റിയോൾ എന്ന് പറഞ്ഞാൽ അതായത് നാരകത്തിൽ ഒരു വിങ് ഷേപ്ഡ് സ്ട്രക്ചറായിട്ട് മാറിയിരിക്കുന്നു. അതൊക്കെ ജസ്റ്റ് ഓർത്തിരിക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ, അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നത്. ഇത് ലീഫ് ബ്ലേഡ് ഓർ ലാമിന. അപ്പോൾ ഇവിടെ ഇതിന് മാർജിൻ, ലീഫ് മാർജിൻ, അതുപോലെ തന്നെ ലീഫ് അപ്പെക്സ് ആണ് അഗ്രഭാഗം. ചിലതിലൊക്കെ അത് എൻറ്റയർ മാർജിൻ ആയിരിക്കും, പക്ഷേ ചില പ്ലാന്റ്സിൽ അത് ടൂത്ത്ഡ് ആയിരിക്കും. അപ്പോൾ ടൂത്ത് മാർജിൻ നമ്മൾ സെറേറ്റ് എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് വീനേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ദ അറേഞ്ച്മെൻറ്റ് ഓഫ് വെയിൻസ് ഓൺ ദ ലീഫ് ഈസ് കോൾഡ് വിനേഷൻ. അപ്പോൾ വിനേഷൻ പ്രധാനമായിട്ട് രണ്ട് തരത്തിലുണ്ട്, അതൊക്കെ 4ാം ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്. റെറ്റിക്കുലേറ്റ് വീനേഷനും പാരലൽ വീനേഷനും. അപ്പോൾ ഡൈക്കോട്ട്സിൽ എല്ലാവർക്കും അറിയാം റെറ്റിക്കുലേറ്റ് വീനേഷനാണ്. ഇത് മിഡ്രിബ് ഉണ്ട്, അതിൽ നിന്ന് ലാറ്ററൽ വെയിൻസ് ഇങ്ങനെ വരുന്നുണ്ട്, അതിൽ നിന്ന് വീണ്ടും ബ്രാഞ്ചസ് വന്നിട്ട് അത് ഒരു നെറ്റ്വർക്ക് പോലെ ആയി മാറിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് റെറ്റിക്കുലേറ്റ് വീനേഷൻ. ഇത് ഡൈക്കോട്ടിൻ്റെ പ്രത്യേകതയാണ്. ഇത് ജിഞ്ചർ മോണോക്കോട്ടാണ്. അപ്പോൾ ഇതിലെ വീനേഷൻ അറിയാം, ഇത് മിഡ്രിബിൽ നിന്നും പിന്നെ പാരലായിട്ടാണ് വെയിൻസ് പോകുന്നത്, അത് പാരലൽ വീനേഷൻ. എന്നാൽ അറിഞ്ഞിരിക്കാൻ വേണ്ടി ചില എക്സെപ്ഷൻസ് പറയുന്നു. അപ്പോൾ ഇത് ആന്തൂറിയാണ്, ഇത് മോണോക്കോട്ടാണ്, പക്ഷേ ഇതിൽ പാരലൽ വീനേഷൻ അല്ല, ഇത് റെറ്റിക്കുലേറ്റ് വീനേഷനാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ അതൊക്കെ എക്സെപ്ഷൻസ് ആണ്. ഇവിടെ മിഡ്രിബ് ഉണ്ട്, അതിൽ നിന്ന് വെയിൻസും ഇതൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇത് മോണോക്കോട്ടാണെങ്കിൽ ഇവിടെ സാധാരണ ചേമ്പ് വർഗ്ഗത്തിൽപ്പെട്ട സസ്യങ്ങളൊക്കെ അറിയാം, മോണോക്കോട്ടാണെങ്കിൽ അവിടെ റെറ്റിക്കുലേറ്റ് വീനേഷനാണ്. അതുപോലെ തന്നെ ഒരു ഡൈക്കോട്ട് പ്ലാന്റായ കലോഫില്ലം അല്ലെങ്കിൽ പുന്ന, അപ്പോൾ അതിനകത്ത് നമുക്ക് മറ്റൊരു തരത്തിലുള്ള വീനേഷനാണ്, റെറ്റിക്കുലേറ്റ് വീനേഷൻ അല്ല അവിടെ കാണുന്നത്. അപ്പോൾ ഇത് വാഴയുടെ ലീഫാണ്, മ്യൂസ അല്ലെങ്കിൽ പ്ലാന്റെയിൻ. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇത് മിഡ്രിബ്, മറ്റുള്ള വെയിൻസ് എന്ന് പറഞ്ഞാൽ പാരലായിട്ട് ഇവിടെ ഹൊറിസോണ്ടലായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതും ശരിക്കും അത് മോണോക്കോട്ടാണ്, പക്ഷേ അതിൻ്റെ ആ ഒരു സ്ഥിരാവിന്യാസം ശ്രദ്ധിക്കുക, ഇവിടെ ഹൊറിസോണ്ടലായിട്ട് വെയിൻസ് കണ്ട്. നമ്മൾ വീനേഷനെ കുറിച്ച് പറയാനുള്ളത് ഇപ്പോൾ പ്രധാനമായിട്ടുള്ള ഡിഫറൻസ് മനസ്സിലാക്കുക. ഡൈക്കോട്ടിൽ റെറ്റിക്കുലേറ്റ് വീനേഷനാണ്, മോണോക്കോട്ടിൽ പാരലൽ വീനേഷൻ. അടുത്തത് ഫില്ലോടാക്സി. അപ്പോൾ ഫില്ലോടാക്സി എന്ന് പറഞ്ഞാൽ ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ലീവ്സ് ഓൺ ദി സ്റ്റെം. ഫില്ല മീൻസ് ലീഫ്, ടാക്സിസ് മീൻസ് അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഫില്ലോടാക്സി പ്രധാനമായിട്ടും 3 തരത്തിലാണ്: ആൾട്ടർനേറ്റ് ഫില്ലോടാക്സി, ഓപ്പോസിറ്റ് ഫില്ലോടാക്സി, വേൾഡ് ഫില്ലോടാക്സി. അപ്പോൾ ആൾട്ടർനേറ്റ് നമ്മൾ ഏകാന്തര വിന്യാസം എന്ന് പറയും, ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എതിർ വിന്യാസം, വേൾഡ് എന്ന് പറഞ്ഞാൽ സർപ്പിള വിന്യാസം. അപ്പോൾ ഇതും 5ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോന്നിലും നോക്കാം. അപ്പോൾ ആൾട്ടർനേറ്റ് ഫില്ലോടാക്സിയിൽ ഇപ്പോൾ ഇത് ഹിബിസ്കസ് ആണ്. അപ്പോൾ ഇവിടെ ഒരു നോഡിൽ ഒരു ലീഫാണ്, ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നത് സ്പൈറലായിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഇലയുടെ തൊട്ട് മുകളിലെ ഇലയിലെത്താൻ 4 ഇലകൾ ഇവിടെ പാസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ 5ാമത്തെ ഇലയാണ് ഇതിൻ്റെ മുകളിലായിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് ഓൾട്ടർനേറ്റീവ് തന്നെ സ്പൈറൽ ഫില്ലോടാക്സി. ഇനി അടുത്തത് കസ്റ്റാർഡ് ആപ്പിൾ അല്ലെങ്കിൽ നമ്മൾ സീതപ്പഴം എന്ന് പറയും. അപ്പോൾ ഇവിടെയും ഒരു നോഡിൽ ഒരു ലീഫ് മാത്രമേ ഉള്ളൂ, പക്ഷേ ഹിബിസ്കസ് പോലല്ല. ഇവിടെ ആൾട്ടർനേറ്റീവ് ഫില്ലോടാക്സിയിൽ തന്നെ ഇതിനെ ഡൈസ്റ്റിക്കസ് എന്ന് പറയും, കാരണം ഒരേ പ്ലെയിനിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, സ്പൈറലായിട്ടല്ല. ഇനി അടുത്തത് ഇപ്പോൾ ഇവിടെ നോക്കുക, ഇത് ഇക്സോറ അല്ലെങ്കിൽ തെറ്റിച്ചെടിയാണ്. അപ്പോൾ ഇവിടെ ലീവ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു, അതിൻ്റെ റൈറ്റ് ആംഗിൾഡ് ആയിട്ടാണ് അടുത്ത ലീവ്സ്. ഇപ്പോൾ ഇവിടെ ഒരു നോഡിൽ 2 ലീവ്സ് ഉണ്ട്. അപ്പോൾ ഒരു നോഡിൽ 2 ലീവ്സ് ഓപ്പോസിറ്റായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതിനാണ് ഓപ്പോസിറ്റ് ഫില്ലോടാക്സി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ താഴത്തെ നോഡിലുള്ള ഈ ലീവ്സിൻ്റെ റൈറ്റ് ആംഗിൾഡ് ആയിട്ടാണ് അടുത്ത ലീവ്സ്. അപ്പോൾ ഇതിന് സൺലൈറ്റ് മാക്സിമം കിട്ടും. അടുത്ത ലീവ്സ് എന്ന് പറയുന്നത് ഇതിന് റൈറ്റ് ആംഗിൾഡ് ആയിട്ടാണ്. അപ്പോൾ എല്ലാ ഇലകൾക്കും മാക്സിമം സൺലൈറ്റ് കിട്ടുന്നു. അപ്പോൾ ഇത് ഓപ്പോസിറ്റ് തന്നെ ഇതിന് ഡെക്യുസേറ്റ് ഫില്ലോടാക്സി എന്ന് പറയും. ഇനി നമ്മൾ ക്യുസ്കാലിസ് എന്ന് പറയുന്ന പ്ലാന്റിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഇത് ഒരേ പ്ലെയിനിലായിരിക്കും, ഇങ്ങനെ റൈറ്റ് ആംഗിൾഡ് അല്ല, പക്ഷേ ഒരു നോഡിൽ 2 ലീവ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെ സൂപ്പർ പോസ്ഡ് ഫില്ലോടാക്സി എന്ന് പറയും. അപ്പം പ്രധാനമായിട്ടും ആൾട്ടർനേറ്റും ഓപ്പോസിറ്റും
ഇനി അടുത്ത വേൾഡ് ഫിലോടാക്സി. അപ്പോൾ വേൾഡ് ഫിലോടാക്സി കാണുന്നത് നീറിയം, അതായത് ഒലിയാൻഡർ, അരളി എന്ന് പറയുന്ന ചെടിയിലാണ്. അപ്പോൾ അവിടെ ഒരു നോഡിൽ ഇപ്പോൾ 3 അതിൽ കൂടുതലോ ലീവ്സ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫിലോടാക്സിയാണ് വേൾഡ് ഫിലോടാക്സി. അപ്പോൾ ഈ 2 ലീവ്സ് ശ്രദ്ധിക്കുക. ഇത് സിമ്പിൾ ലീഫാണ്, ഇത് കോമ്പൗണ്ട് ലീഫാണ്. അപ്പോൾ സിമ്പിൾ ലീഫ് എന്ന് പറഞ്ഞാൽ ലാമിന ശ്രദ്ധിക്കുക. ഇവിടെ കോമ്പൗണ്ട് ലീഫിൽ മെയിൻ റാച്ചിസ് അതിൻ്റെ സൈഡിലായിട്ടാണ് ലീഫ്ലെറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കോമ്പൗണ്ട് ലീഫ് തന്നെ 2 തരത്തിലുണ്ട്, പിന്നേറ്റ്ലി കോമ്പൗണ്ടും പാമേറ്റ്ലി കോമ്പൗണ്ടും. പിന്നേറ്റ്ലി കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ റാച്ചിസ് അതിൻ്റെ സൈഡ്സിലായിട്ട് ലീഫ്ലെറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നു. പാമേറ്റ്ലി കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്ക് വന്നിട്ട് മെയിൻ സ്റ്റോക്ക് വന്നിട്ട് അതിൻ്റെ ടിപ്പിലായിട്ടാണ് അതിൻ്റെ ലീഫ്ലെറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ പാം പോലെ, കൈത്തലം പോലെയാണ്. അപ്പോൾ അത് പാമേറ്റ്ലി കോമ്പൗണ്ട്. പാമേറ്റ്ലി കോമ്പൗണ്ടിന് എക്സാമ്പിളാണ് ഇലവ്. അപ്പോൾ ഇത് പിന്നേറ്റ്ലി കോമ്പൗണ്ടാണ്. പിന്നേറ്റ്ലി കോമ്പൗണ്ടിൽ തന്നെ നമുക്ക് യൂണി പിന്നേറ്റ്, ബൈ പിന്നേറ്റ്, ട്രൈ പിന്നേറ്റ് എന്നിങ്ങനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഇത് അതുപോലെ അതിൻ്റെ ലീഫ്ലെറ്റ്സിൻ്റെ നമ്പർ നോക്കുക. അപ്പോൾ അതൊരു ഓഡ് നമ്പർ ആണെങ്കിൽ അതിനെ ഇമ്പാരി പിന്നേറ്റ് എന്ന് പറയും. ഇപ്പോൾ ഇവിടെ ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ എക്സ്ട്രാ, അപ്പം അതിനെ ഇമ്പാരി പിന്നേറ്റ് എന്ന് പറയും. അപ്പോൾ അതിന് എക്സാമ്പിൾ ഇത് മുറയ അല്ലെങ്കിൽ കറിവേപ്പ് എന്ന് പറയുന്നത്. അതുപോലെ പുളിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ടാമറിൻഡ്, അപ്പോൾ അതിനകത്ത് മെയിൻ റാച്ചസിൻ്റെ സൈഡിലായിട്ട് അത് ഈവൻ നമ്പർ ആയിരിക്കും. ഇങ്ങനൊരു എക്സ്ട്രാ ഒരെണ്ണം കാണുന്നില്ല. അപ്പോൾ അത് പാരി പിന്നേറ്റ് എന്ന് പറയും. ഇവിടെ ഇമ്പാരി പിന്നേറ്റാണ്. പിന്നെ അതുപോലെ തന്നെ ട്രൈ പിന്നേറ്റ് ലീഫാണ് മുരിങ്ങയെന്ന് പറയുന്നത്. മോറിങ്ക എന്ന് പറയുന്നത് ട്രൈ പിന്നേറ്റാണ്. ഇവിടെ മെയിൻ റാച്ചിസ് വന്നു, വീണ്ടും ഒരു റാച്ചിസ് വന്നു, പിന്നെ അതിൻ്റെ സൈഡിലായിട്ട്. ഇത് ട്രൈ പിന്നേറ്റിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇങ്ങനെ യൂണി പിന്നേറ്റ്, അതുപോലെ തന്നെ ട്രൈ പിന്നേറ്റ്, ബൈ പിന്നേറ്റ് എന്നിങ്ങനെ പലതരത്തിൽ കോമ്പൗണ്ട് ലീവ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫ് മോഡിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഇപ്പോൾ ലീഫിൻ്റെ മെയിൻ ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഫോട്ടോസിന്തസിസ്, ട്രാൻസ്പിറേഷൻ, റെസ്പിറേഷൻ തുടങ്ങിയവയാണ്. ഇനി മറ്റു ചില ഫങ്ഷൻസിന് വേണ്ടിയിട്ട് ലീഫ് മോഡിഫൈ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ മേന്തോന്നി അല്ലെങ്കിൽ ഗ്ലോറിയസ് എന്ന് പറയുന്ന പ്ലാന്റിൽ ലീഫ് ടിപ്പ് ഒരു ടെൻഡറിലായിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ചില പ്ലാന്റ്സിലാണെങ്കിൽ ആ ലീഫ് ചില സ്പൈൻസ് അല്ലെങ്കിൽ സ്കെയിൽ ലീവ്സ് ആയിട്ട് മാറിയിരിക്കുന്നു. ഇപ്പോൾ ഒപ്പൻഷ്യയിലാണെങ്കിൽ അത് സ്കെയിൽ ലീവ്സ് ആയിട്ട് മാറിയിരിക്കുന്നു. അതേസമയം ഡ്രാഗൺ ഫ്രൂട്ടിൽ ഇത് സ്പൈൻസ് ആയിട്ട് മാറിയിരിക്കുന്നു. കാരണം ഇതിൻ്റെയൊക്കെ ഫംഗ്ഷൻ പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ ട്രാൻസ്പിറേഷൻ്റെ റേറ്റൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി പിക്ചർ പ്ലാന്റ് അല്ലെങ്കിൽ നെപ്പന്തസ്, നമുക്കറിയാം ഒരു ഇൻസെക്ടിവോറസ് പ്ലാന്റ് ആണ്. അപ്പോൾ അതിൻ്റെ പീറ്റിയോൾ വന്നൊരു ടെൻഡറിലായിട്ട് മാറി അതിൻ്റെ ലീഫ് ബ്ലേഡ് അല്ലെങ്കിൽ ലാമിന ഒരു പിക്ചർ ആയിട്ട് മാറുകയും എന്നിട്ട് അതിൻ്റെ ലീഫ് അപ്പെക്സ് ഒരു ലിഡ് പോലെ ആ പിക്ചറിൻ്റെ മുകളിൽ ഇങ്ങനെ കാണുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള മോഡിഫിക്കേഷൻസ്. അതുപോലെ തന്നെ ഒണിയൻ. അപ്പോൾ ഒണിയനിൽ ഇതിൽ ഔട്ടറായിട്ട് കാണുന്നത് ഡ്രൈ സ്കെയിൽ ലീവ്സ് ആണ്. അതിൻ്റെ ഉള്ളിൽ ഫ്ലഷി സ്കെയിൽ ലീവ്സിൽ ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പല ഫങ്ഷൻസിന്, ഇപ്പോൾ സപ്പോർട്ടിന് വേണ്ടിയിട്ടായാലും അവിടെ ട്രാൻസ്പിറേഷൻ്റെ റേറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടായാലും അതുപോലെ തന്നെ അതിൻ്റെ മറ്റു സ്റ്റോറേജ് ഫംഗ്ഷനായിട്ടും പലതരത്തിലും ലീവ്സ് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ലീഫിനെ കുറിച്ച് നമ്മൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ.